ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കേണ്ട ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കൂടാതെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സിലുള്ള സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റും കൂടിയും ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വർഷവും നമുക്ക് കഴിഞ്ഞ വർഷത്തിനെ പോലെ തന്നെ 2 ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ സയൻസിന്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിൽ പാർട്ട് 1 നമ്മൾ ഈ വർഷം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്, ദെൻ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ദെൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഇങ്ങനെ 3 ചാപ്റ്റർ നേരത്തെ പഠിച്ച C++ൻ്റെ തുടർച്ചയായിട്ട് വരികയാണ്. ആദ്യത്തെ 3 ചാപ്റ്റർ C++ൻ്റെ ഭാഗമായിട്ടും, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 4th ചാപ്റ്റർ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വെബ് ടെക്നോളജി, ദെൻ വെബ് ഡിസൈനിങ് യൂസിങ് HTML 5ാമത്തെ ചാപ്റ്റർ, ദെൻ 6ാമത്തത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, ദെൻ 7ാമത്തെ ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ്. ഇങ്ങനെ 7 ചാപ്റ്ററുകളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിലായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ 3 ചാപ്റ്റർ C++ൻ്റെ പോർഷൻസും ബാക്കി 4 ചാപ്റ്റർ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന 8ാമത്തെ ചാപ്റ്റർ DBMSൻ്റെ പാർട്ടാണ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ദെൻ 9th ചാപ്റ്റർ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് എന്നുള്ള കൺസെപ്റ്റ്, ദെൻ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP. ദെൻ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ട്രെൻഡ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ICT ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റാണ്, അഡ്വാൻസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് 11ാമത്തെ ചാപ്റ്റർ. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ICT ആൻഡ് സൊസൈറ്റി. ഇങ്ങനെ 12 ചാപ്റ്റേഴ്സ്, 12 ചാപ്റ്റേഴ്സാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ഈ വർഷം പഠിക്കാനുള്ളത്. ഈ വർഷം നമ്മൾ പഠിക്കുന്ന 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. അത്തരം സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഇയറിൽ C++ൻ്റെ പോർഷൻസൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ആദ്യമായിട്ട് നമ്മൾ C++ലുള്ള ടോക്കൺസ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++, ദെൻ ഡാറ്റ ടൈപ്സ് ഇൻ C++, അതുപോലെ തന്നെ അറേസ് എന്നുള്ള കൺസെപ്റ്റ്, ദെൻ ഫങ്ഷൻസ് എന്നുള്ള കൺസെപ്റ്റ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അന്നേരം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഡാറ്റ ടൈപ്സ് ഇൻ C++ലുള്ള ഡാറ്റ ടൈപ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ഡാറ്റ ടൈപ്സ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഡാറ്റ ടൈപ്സ് ആർ മീൻസ് ടു ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ഡാറ്റ. നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വേരിയസ് ആയിട്ടുള്ള ഡാറ്റ എലിമെൻറ്റിൻ്റെ ടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ C++ലെ ഡാറ്റ ടൈപ്പിനെ നമ്മൾ ജനറലായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്, ദെൻ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഇൻ C++, ദെൻ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഇൻ C++. അതിലുള്ള ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് നമുക്ക് എങ്ങനെയൊക്കെ പറയാം. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, അതിൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ വരുന്നത് ഇൻറ്റഗ്രൽ ഡാറ്റ ടൈപ്പ്, അതിൽ വരുന്നതാണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആൻഡ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ദെൻ void, ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഇങ്ങനെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് നമ്മൾ 5 ഗ്രൂപ്പുകളായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇൻറ്റ്, ക്യാരക്ടർ, void, ഫ്ലോട്ട്, ഡബിൾ. ഓരോന്നിൻ്റെ പ്രത്യേകതകളെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ന്യൂമറിക്കലായിട്ടുള്ള ഹോൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ വോയിഡ് ഡാറ്റ ടൈപ്പ്, അത് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയിഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിരുന്നത്. ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C++ൽ ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് ആൻഡ് ഡബിൾ. ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിളൊക്കെ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്നുള്ള കൺസെപ്റ്റാണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിൽ നിന്നും ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ഇൻ C++ എന്നുള്ള രീതിയിൽ പറയുന്നത്. C++ലുള്ള ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേസ് ആൻഡ് ഫങ്ഷൻസ്. അറേസും ഫങ്ഷൻസും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നു. പിന്നീടുള്ളതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. പ്രോഗ്രാമിൽ യൂസറുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് യൂസർ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിലാണ് നമ്മളിനി പഠിക്കുന്ന സ്ട്രക്ചേഴ്സ് വരുന്നത്. പോയിന്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിലാണ് വരുന്നത്. അതിലുള്ള യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പായ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വർഷം പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പായ അറേസിനെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ സ്ട്രക്ചറിലേക്ക് പോകാം. ഒരു അറേയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ദി സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഒരേ തരത്തിലുള്ള എലിമെൻറ്റുകളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് അറേ. അതുകൊണ്ടാണ് നമ്മളതിനെ ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേയുടെ ഡെഫിനിഷനിൽ പറയും, അല്ലേ? ഒരേ തരത്തിലുള്ള എലിമെൻറ്റുകളാണ് അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അറേസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ എ സെറ്റ് ഓഫ് വാല്യൂ ഓഫ് സെയിം ടൈപ്പ് അണ്ടർ എ സിംഗിൾ വേരിയബിൾ നെയിം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കൂട്ടം ആൾക്കാരുടെ റോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്റ്റോർ ചെയ്യണം. ഇങ്ങനെയുള്ള ആവശ്യമുള്ളതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറേസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻഡ് റോൾ നമ്പർ 10, ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡാറ്റ ടൈപ്പ് അറേ നെയിം ദെൻ സൈസ്, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. എക്സാമ്പിളാണ് ഇൻഡ് റോൾ നമ്പർ 10, ദെൻ യു ക്യാൻ സ്റ്റോർ 10 എലിമെൻറ്റ്സ് ഇൻ ദിസ് അറേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറേയുടെ നെയിമാണ് റോൾ നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് ഇൻഡ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അറേയുടെ സൈസാണ്. മറ്റൊരു എക്സാമ്പിളാണ് CHAR നെയിം ഓഫ് 20. അന്നേരം ഇതെന്താണ്, ക്യാരക്ടർ അറേ എന്നുള്ള കൺസെപ്റ്റാണ്. ഇതിനാണ് നമ്മൾ സ്ട്രിങ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. അന്നേരം ക്യാരക്ടർ അറേയിൽ ഇവിടെ നെയിം എന്ന് പറയുന്ന അറേയാണ് ഉപയോഗിക്കുന്നത്. 20 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ഡിക്ലെയർ ചെയ്യുന്നത്. അന്നേരം അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ അറേ എന്ന കൺസെപ്റ്റ്. നിങ്ങൾ ഇവിടെയുള്ള ഒന്ന് പിക്ചർ ശ്രദ്ധിക്കുക. ആദ്യത്തേത് അറേ എന്നുള്ള കൺസെപ്റ്റിൽ ഇവിടെ ഒരു ബുക്കിൻ്റെ ഷെൽഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഷെൽഫ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഷെൽഫിൽ മുഴുവൻ ബുക്സുകളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അന്നേരം നമ്മുടെ അറേ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സെയിം ടൈപ്പ് ഓഫ് എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ അറേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഷെൽഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ബുക്സ് മാത്രമാണ് ആദ്യത്തെ ഷെൽഫിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് നമ്മുടെ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ്. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ആ ഷെൽഫിൽ ബുക്സ് മാത്രമല്ല അവിടെ പല ഐറ്റംസ് എന്ത് ചെയ്ത് കാണാം, സ്റ്റോർ ചെയ്ത് വെച്ച് കാണാം. ബുക്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, പിന്നെ മറ്റുള്ള കളിപ്പാട്ടങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ
സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഷെൽഫിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലിമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന C++ലുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ്. അറേ ആണെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് എലിമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്തെങ്കിൽ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം, സെയിം ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എലിമെൻറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ദെൻ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ള പോർഷനിലേക്ക് വരാം, എത്തിയിരിക്കുകയാണ് നമ്മൾ. സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ടു റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് logically related data items which may be different types under a common name. ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ സെയിം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റുകളെ സ്റ്റോർ ചെയ്യാൻ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പിനെയാണ് എന്ത് പറയുക, സ്ട്രക്ചർ എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താണ് ഇവിടെ ലോജിക്കലി റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം എന്താണ് ബന്ധമുള്ള തരത്തിലുള്ള എലിമെൻറ്റുകൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ പറയാം, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, നെയിം, ഫോർ എക്സാമ്പിൾ കോഴ്സിൻ്റെ പേര്, ഏജ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ ലോജിക്കലി റിലേറ്റഡ് ആണെന്നാണ്. അന്നേരം ഈ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന നേരം അവിടെ എന്തുണ്ട്, കുറേ എലിമെൻസുകൾ കാണുന്നുണ്ടാവും. അന്നേരം അവിടെ എന്തായിരിക്കാം, ഹോമോജിനസ് ആയിരിക്കും. ചിലപ്പോൾ എന്തുണ്ടാവും, സെയിം തരത്തിലുള്ളതായിരിക്കാം. ചിലപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഡാറ്റ ഐറ്റംസിൻ്റെ ഡാറ്റ ഡിഫറൻ്റ് ആയിരിക്കാം. അന്നേരം സെയിം ആയിട്ടുള്ളതോ ഡിഫറൻ്റ് ആയിട്ടുള്ള എലിമെൻസുകളെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യാൻ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ടാകും, ഒരു കോമൺ നെയിം ഉപയോഗിച്ചിട്ടാണ് ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. നേരത്തെ അറേയിൽ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ കൺസെപ്റ്റ് വരുന്നത്. അറേയിൽ സെയിം എലിമെൻ്റ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, ഡിഫറെൻ്റ് എലിമെൻസുകൾ ഉപയോഗിക്കണം എന്നതാണ് വ്യത്യാസം. നമുക്ക് എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സിൻടാക്സ് ടു ഡിഫൈൻ സ്ട്രക്ചർ. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ്. ആദ്യം സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക, STRUCT, സ്ട്രക്റ്റ്. അതിനുശേഷം സ്ട്രക്ചർ ടാഗ്, സ്ട്രക്ചറിൻ്റെ ടാഗ്. സ്ട്രക്ചർ ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറിൻ്റെ നെയിമിനെയാണ് നമ്മൾ സ്ട്രക്ചർ ടാഗ്. സ്ട്രക്റ്റ് കീവേഡ് ഉപയോഗിക്കുക, സ്ട്രക്ചർ ടാഗ് ഉപയോഗിക്കുക, ദെൻ കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, നമ്മൾ ആദ്യമായി ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൻ്റെ ഡാറ്റ ടൈപ്പും വേരിയബിൾ നെയിമും കൊടുക്കും. ദെൻ സെമിക്കോളൻ കൊടുക്കുക. പിന്നെ അടുത്ത നമ്മൾ ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2, ഡാറ്റ മെമ്പറിൻ്റെ പേര് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പും അതിൻ്റെ വേരിയബിൾ നെയിമും കൊടുക്കുന്നു. വേരിയബിൾ ഫോർ എക്സാമ്പിൾ 1, 2, 3 എക്സെട്ര വേരിയബിൾ n. അവസാനം സെമിക്കോളൻ കൊടുക്കുക. ദെൻ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അവസാനം സെമിക്കോളൻ. അന്നേരം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. അതിൽ സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നു, ദെൻ സ്ട്രക്ചറിൻ്റെ ടാഗ് ഉപയോഗിക്കുന്നു, സ്ട്രക്ചറിൻ്റെ നെയിം കൊടുക്കുന്നു, കേളി ബ്രാക്കറ്റ് കൊടുക്കുന്നു, ദെൻ ഈ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന ഡാറ്റ മെമ്പേഴ്സിൻ്റെ പേരുകളും ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അന്നേരം അതിൻ്റെ ഡാറ്റ ടൈപ്പും വേരിയബിളിൻ്റെ പേരും കൊടുക്കുക. അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് സ്ട്രക്ചറായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ സ്ട്രക്റ്റ്, STRUCT, സ്ട്രക്റ്റ്. ദെൻ സ്ട്രക്ചർ ടാഗ്, സ്ട്രക്ചർ ടാഗിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പേരാണ് സ്റ്റുഡൻറ്റ്. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് ഈസ് ദി സ്ട്രക്ചർ ടാഗ് ഓർ സ്ട്രക്ചർ നെയിം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ദെൻ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ എലിമെൻറ്റിൽ നമുക്ക് എന്തൊക്കെയാണോ ഡാറ്റ ഐറ്റംസ് സ്റ്റോർ ചെയ്യേണ്ടത് ആ ഡാറ്റ എലിമെൻറ്റ്സിൻ്റെ
ഡീറ്റെയിൽസ് ആണ് അവിടെ പറയുന്നത്. ഡാറ്റ മെമ്പർ 1 ആണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ റോൾ നമ്പർ ആണെങ്കിൽ അതിന് എന്ത് പറയാം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻഡ് റോൾ നമ്പർ. ഓക്കെ. ദെൻ അടുത്ത സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന എലിമെൻ്റ് ആണ് നെയിം. അങ്ങനെയാണെങ്കിൽ CHAR നെയിം ഓഫ് 20 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേരിയബിളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ CHAR ഗ്രൂപ്പ് ഓഫ് 20 എലിമെൻറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാം. ദെൻ ഫ്ലോട്ട് ഫീസിൻ്റെ ഡീറ്റെയിൽസും കൂടി സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും മെമ്പേഴ്സാണ് ഉപയോഗിക്കുന്നതിരിക്കുക. റോൾ നമ്പറും നെയിമും ഗ്രൂപ്പും ഫീസും ഇത്രയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ നമ്മൾ ആ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. അവസാനം എന്ത് ചെയ്യുന്നു, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ കൊടുക്കുന്നു. ഇതാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള രീതി. ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് കൊടുത്തു, കേളി ബ്രാക്കറ്റ് കൊടുത്തു, ഡാറ്റ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊടുക്കുന്നു, പിന്നെ അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ. അന്നേരം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ പരിശോധിച്ച് കാണാം. ഇവിടെ എന്തുണ്ടാവും, ഡിഫറൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സുകളും ഇവിടെ ഉപയോഗിച്ചതായി കാണാം. ഇവിടെ റോൾ നമ്പർ, നെയിം ഇവിടെ ഉപയോഗിച്ചത് ആദ്യത്തേത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, പിന്നീടുള്ളത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, പിന്നീടുള്ളത് ലാസ്റ്റ് വൺ എടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ട്. അന്നേരം ഇവിടെ കാണാം ഈ ഒരു യൂസർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പിൽ എന്തുണ്ടാവും, ഡിഫറൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഹെട്രോജീനിയസ് എന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ പറയാം. ഹെട്രോജീനിയസ്, ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ്. ദീസ് ആർ ഓൾ ലോജിക്കലി റിലേറ്റഡ്. ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം എലിമെൻറ്റ്സുകളെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് ഫോളോയിങ് ഫീൽഡ്സ്. ഇനി നമ്മൾ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ കൂടി പറയുകയാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് എംപ്ലോയി ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. അതായത് എംപ്ലോയി ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, എംപ്ലോയി നമ്പർ ഉണ്ടെന്നിരിക്കുക, ദെൻ നെയിം, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി. ഇത്രയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഇരിക്കുക. അന്നേരം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് നമ്മൾ നേരിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നേരത്തെ സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചർ വെച്ചിട്ട് പറഞ്ഞു. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാമ്പിളിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ STRUCT. ദെൻ സ്ട്രക്ചർ നെയിം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തു എംപ്ലോയി. ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് വെച്ച് ഓപ്പൺ ചെയ്തു. ദെൻ ഡാറ്റ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ ഒന്നാമത്തെ ഡാറ്റ മെമ്പറിൻ്റെ ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ എംപ്ലോയി നമ്പർ ഏത് രീതിയിലാണ്, ഇൻറ്റിജർ ആണെങ്കിൽ അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു, ഇൻഡ് EMPNO. ദെൻ സെമി കോളൻ. ദെൻ അടുത്ത ഡാറ്റ മെമ്പർ നെയിം, അതുകൊണ്ട് CHAR നെയിം ഓഫ് 20 അല്ലേ. നെയിമൊക്കെ ആണെങ്കിൽ ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് CHAR എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചു. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടെന്നിരിക്കും. അങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഡാറ്റ ആയതുകൊണ്ട് CHAR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് 20. ദെൻ സാലറി പോയിൻ്റൽ നമ്പേഴ്സ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ഫ്ലോട്ട് സാലറി, സെമി കോളൻ. അവസാനം കേളി ബ്രാക്കറ്റ് കൊടുക്കുക, സെമി കോളൻ. അന്നേരം ഇത് എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്രിയേറ്റ് എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് ഫോളോയിങ് ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെ സ്ട്രക്ചർ ക്രിയേഷൻ വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഒരു സ്ട്രക്ചറും കൂടിയും ക്രിയേറ്റ് ചെയ്യുന്ന നോക്കാം. ക്രിയേറ്റ് എ സ്ട്രക്ചർ അഡ്രസ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഒരു സ്ട്രക്ചർ അഡ്രസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്യാമെന്ന് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൽ വേണ്ടി വരും. അഡ്രസ്സിൽ വരുമ്പോൾ നെയിം ഉണ്ടാവണം, ദെൻ ഹൗസ് നെയിം ഉണ്ടാവണം, ദെൻ അതിൻ്റെ ലൊക്കാലിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ സിറ്റി നെയിം കൊടുക്കണം, ദെൻ പിൻകോഡ്. ഇത്രയൊക്കെയുള്ള രീതിയിലായിരിക്കണം അല്ലേ. അന്നേരം അവിടെ എന്തുണ്ടാകും,
ഒരു ഗ്രൂപ്പായിട്ടുള്ള എലിമെൻസുകൾ സ്റ്റോർ ചെയ്യാൻ ഉണ്ടാവും. അന്നേരം നമുക്കതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അന്നേരം അഡ്രസ്സ് ആണെങ്കിൽ സ്ട്രക്റ്റ് അഡ്രസ്, സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നു, ദെൻ അഡ്രസ്, ദെൻ കേളി ബ്രാക്കറ്റ്, ദെൻ ഒന്നാമത്തെ ഫീൽഡ് നെയിം 20, CHR നെയിം 20, ദെൻ CHR H നെയിം ഹൗസ് നെയിം എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു 20, ദെൻ CHR സിറ്റി 20, അവിടെ ക്ലാസിംഗ് ബ്രാക്കറ്റും കൂടി വേണം, ദെൻ ഇൻഡ് പിൻ, അവസാനം ബ്രാക്കറ്റ് എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ. അന്നേരം ഇതൊരു അഡ്രസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ എന്താണ് ക്രിയേഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാര്യമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റും സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ള പാഠഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. എങ്ങനെയാണ് സ്ട്രക്ചർ എലിമെൻസുകളെ ആക്സസ് ചെയ്യുന്നത്, സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.